ബിഗ് ബോസ് മലയാളം സീസൺ 7 ടൈറ്റിൽ ട്രോഫി അനുമോൾക്ക് സ്വന്തമായെങ്കിലും ഷോയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു ഇടമാണ് അനീഷ് നേടിയെടുത്തത്. ആദ്യമായി ഫിനാലയിലെത്തുകയും ഫസ്റ്റ് റണ്ണറപ്പാവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത്. ഷോയുടെ ഫലമനുസരിച്ച് അനുമോൾ വിജയിയായപ്പോൾ അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി. ഷാനവാസ്, നെവിൻ, അക്ബർ എന്നിവർ യഥാക്രമം 3, 4, 5 സ്ഥാനങ്ങൾ പങ്കിട്ടു. 100 ദിവസത്തെ കഠിനമായ മത്സരവും വൈകാരികമായ നിമിഷങ്ങളും പൂർത്തിയാക്കി പുറത്തുവരുമ്പോൾ അനീഷിനെ കാത്തിരിക്കുന്നത് ആരാധകരുടെ നിറഞ്ഞ സ്നേഹം മാത്രമല്ല, വിലപ്പെട്ടതും ആകർഷകവുമായ നിരവധി സമ്മാനങ്ങൾ കൂടിയാണ്. ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിലൊരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമ്മാനമായി പ്രഖ്യാപിച്ചു. ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടമാണ്. ഇതിനു പുറമെ സർപ്രൈസ് സമ്മാനമായി ഏകദേശം 2 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് 7 മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു. മറ്റെല്ലാ മത്സരാർത്ഥികളെയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ചിലവഴിച്ച 100 ദിവസത്തെ പ്രതിഫലവും അനീഷിന് ലഭിക്കും. ഓരോ ആഴ്ചയും നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രതിഫലം 100 ദിവസത്തേക്ക് കണക്കാക്കുമ്പോൾ ലക്ഷങ്ങൾ വരും. കൂടാതെ അനീഷിന് സർപ്രൈസ് സമ്മാനമായി ദുബായിൽ ഒരു ആഡംബര വില്ല നൽകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസ്റുദ്ദീൻ. ജനങ്ങളുടെ മനസ്സിൽ വിന്നർ അനീഷേട്ടനാണ്. 10 വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസ കിട്ടുന്ന ഈ വീട് അനീഷേട്ടന് ഗിഫ്റ്റായി നൽകുകയാണ്. ഐലൻഡ് തീമിലുള്ള ഈ വീട് വേണമെങ്കിൽ അനീഷേട്ടന് റെന്റിന് നൽകുകയും ആവാം. അതുവഴി 60 മുതൽ 70 ലക്ഷം രൂപ വരെ വരുമാനമുണ്ടാക്കാനും പറ്റും. ഇങ്ങനെയാണ് മുഹമ്മദ് അസ്റുദ്ദീൻ വീഡിയോയിലൂടെ അറിയിച്ചത്. ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയതിൻ്റെയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിൻ്റെയും സന്തോഷം അനീഷ് വേദിയിൽ മറച്ചുവെച്ചില്ല. ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ്. നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ബിഗ് ബോസിലെത്തുക എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഇതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ്. പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഷോയിലേക്ക് പ്രവേശിച്ചത്. നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ ഈ സ്ഥാനത്തെത്തിക്കുകയും ചെയ്തതിന് നന്ദി. ലാൽ സാറിന് നന്ദി. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വികാരഭരിതനായി ഇങ്ങനെയാണ് അനീഷ് പറഞ്ഞത്.